സർവേഭ്യോ നമസ്കാരഃ. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന സുഹൃതം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സുഹൃതം സംസ്കൃതത്തിന്റെ രണ്ടാമത്തെ സെഷനിലെ 9ാമത്തെ ക്ലാസ് ആണ്. ആദ്യമായി ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ക്ലാസ് നടത്തുന്ന ഉമ്മ ടീച്ചറിനെ ആദ്യമായി ഈശ്വര ഗുരുസ്മരണയ്ക്കായി നമ്മുടെ പ്രിയപ്പെട്ട സരസ്വതി അടുത്തി വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ജയശങ്കര. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. അജ്ഞാനാന്തർ ഗഗനപതിതാൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകാൻ ഭവദവശിഖാ താപപാപാസ്യ മാനഃ മുക്ത്വാ മൗനം വടവിടപിനോ മൂലദോ നിഷ്പദന്തി ശംഭോർമൂർത്തി ചലതി ഭുവനേ ശങ്കരാചാര്യ രൂപാ സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാഃ അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോക ശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണോ സൂത്രഭാഷ്യ കൃതൗ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജന ശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ജയശങ്കര. ജയശങ്കര, വളരെ സന്തോഷം സരസ്വതി. ഇന്നത്തെ ക്ലാസ്സിനായി നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചറിനെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. ജയശങ്കര. പഠാമി സംസ്കൃതം നിത്യം വദാമി സംസ്കൃതം സദാ ധ്യായാമി സംസ്കൃതം സമ്യക് വന്ദേ സംസ്കൃതമാതരം. സർവേഭ്യോ നമസ്കാരഃ. അദ്യ സംസ്കൃതകക്ഷ്യായാः നവമം ദിനം ഭവതി. വയം നാമരൂപം ക്രിയാരൂപം ഇതി പദാനാം ദ്വിധാ വിഭാഗः अस्ति इति ഉക്തവന്തः. വയം സ്മൃതവന്തः. നമ്മൾ 2 തരത്തിൽ പദങ്ങളുടെ വിഭാഗം പറഞ്ഞു. നാമരൂപം, ക്രിയാരൂപം. അതിൽ
നാമത്തിന്റെ പലതരം വിഭാഗങ്ങളില് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിഭക്തികൾ. അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നാമത്തെ ആദ്യം നമ്മൾ 3 ലിംഗങ്ങളായിട്ടും 3 വചനങ്ങളായിട്ടും പറഞ്ഞു. 3 വചനങ്ങൾ പുല്ലിംഗം, ക്ഷമ്യതാം, 3 വചനങ്ങള് ഏകവചനം, ദ്വിവചനം, ബഹുവചനം. ഏകവചനം ഒരാള്, ദ്വിവചനം 2, ബഹുവചനം 2-ലധികം. ലിംഗങ്ങള് പുല്ലിംഗഃ, സ്ത്രീലിംഗഃ, നപുംസകലിംഗഃ. പുല്ലിംഗസ്യ ഏകവചനം കൃഷ്ണഃ, ദ്വിവചനം കൃഷ്ണൗ, കൃഷ്ണാഃ ഇതി ബഹുവചനം. സ്ത്രീലിംഗസ്യ ഏകവചനം രാധാ, ദ്വിവചനം രാധേ, ബഹുവചനം രാധാഃ. അനന്തരം കൃഷ്ണഃ ഇതി അകാരാന്തഃ പുല്ലിംഗഃ അസ്തി. ആ എന്നവസാനിക്കുന്ന പുല്ലിംഗമാണ്. ഇകാരാന്തഃ അസ്തി ചേത് ഹരിഹി, ഹരിഹി, ഹരി എന്ന് ദ്വിവചനം. ഹരിഹി, ഹരി, ഹരയഃ. മുനിഹി, മുനി, മുനയഃ. ഉകാരാന്തമാണെങ്കിൽ ഗുരുഹു, ഗുരു, ഗുരവഃ. വിഷ്ണുഹു, വിഷ്ണു, വിഷ്ണവഃ. അപ്പൊ ഇങ്ങനെ ലിംഗങ്ങള് വചനങ്ങള് പറഞ്ഞു. വിഭക്തിയില് പഞ്ചമി വിഭക്തി വരെയാണ് പറഞ്ഞത്. 2 വിഭക്തികളും കൂടിയാണ് ഇനി നോക്കാനുള്ളത്. 7 വിഭക്തികളുണ്ട്. അതില് പ്രഥമയാണ് നമ്മളിപ്പോ പറഞ്ഞ കൃഷ്ണഃ, കൃഷ്ണൗ, കൃഷ്ണാഃ. അകാരാന്ത പുല്ലിംഗസ്യ പ്രഥമ വിഭക്തി. രാമഃ, രാമൗ, രാമാഃ. ദ്വിതീയ രാമം ഇതി അസ്തി. അഹം രാമം നമാമി, രാമനെ എന്നുള്ള അർത്ഥത്തില്. തൃതീയ രാമേണ, രാമനാൽ. രാമേണ രാവണഃ ഹതഃ, രാമനാൽ കൊല്ലപ്പെട്ടു. അഹം ഹസ്തേന ലിഖാമി, കൈ കൊണ്ട് അല്ലെങ്കിൽ കൈയിനാൽ എന്നുള്ള അർത്ഥം ഹസ്തേന. ഇങ്ങനെ ദ്വിതീയ, പിന്നെ തൃതീയ, പിന്നെ ചതുർത്ഥി അദ്ദേഹത്തിനായിക്കൊണ്ട് എന്നുള്ള അർത്ഥമാണ്. രാമായ, രാമനായിക്കൊണ്ട്. രാമായ സമർപ്പയാമി, രാമനായിട്ട് സമർപ്പിക്കുന്നു. ശിഷ്യായ ദദാതി, ശിഷ്യനായിക്കൊണ്ട് കൊടുക്കുന്നു. ഇങ്ങനെ ചതുർത്ഥി. പഞ്ചമി അതിൽ നിന്ന് എന്നുള്ള അർത്ഥമാണ്. വൃക്ഷാത് ഫലം പതതി, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. വൃക്ഷത്തിൽ നിന്ന് വീഴുന്നു. വൃക്ഷാത് ഫലം പതതി. ഭവനാത് ആഗച്ഛതി, വീട്ടിൽ നിന്ന് വരുന്നു. ഛാത്രഃ വിദ്യാലയാത് ആഗച്ഛതി, വിദ്യാലയത്തിൽ നിന്ന്. ഛാത്രഃ, ഛാത്ര ഇത്യുക്തെ വിദ്യാർത്ഥി. ഛാത്രഃ ആഗച്ഛതി. ദേവാലയാത് അർച്ചകഃ ഗച്ഛതി, ദേവാലയത്തിൽ നിന്നും പോകുന്നു. ഇങ്ങനെ പഞ്ചമി വിഭക്തി. ഇനി ഷഷ്ഠി വിഭക്തിയാണ്. അത് എനിക്ക് തോന്നുന്നു പൊതുവെ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഷഷ്ഠിയാണ്. കാരണം ഷഷ്ഠി ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. അതിൻ്റെ എന്നുള്ള അർത്ഥത്തില് ഉപയോഗിക്കുന്നതാണ് ഷഷ്ഠി. ആ ഒരു അർത്ഥം മാത്രമേ ഷഷ്ഠിക്കുള്ളൂ. അതിൻ്റെ, അതിന്, രണ്ടും. അതിൻ്റെ, അതിന് എന്നുള്ള അർത്ഥം. ഇപ്പൊ രാമഃ, രാമസ്യ, രാമന്റെ. പൊതുവെ എല്ലാവരും സംസ്കൃതം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരിക ഈ ബാലസ്യ എന്നൊക്കെയുള്ള പദമായിരിക്കും. ബാലന്റെ അല്ലെങ്കിൽ ബാലന് എന്നുള്ള അർത്ഥം. രാമസ്യ പത്നി സീത, രാമന്റെ പത്നി സീത. കൃഷ്ണസ്യ മാതാ യശോദ, കൃഷ്ണന്റെ അമ്മ. പരമശിവസ്യ ഭാര്യ പാർവതി. രാമസ്യ ഭക്തഃ ഹനുമാൻ. ഇങ്ങനെ സ്യ ചേർത്തിട്ടാണ് പൊതുവെ അകാരാന്ത പുല്ലിംഗങ്ങൾക്ക് ഷഷ്ഠി വിഭക്തി പ്രയോഗിക്കാറ്. പുല്ലിംഗങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കൂടുതൽ വാക്കുകൾ പറയാൻ പറ്റും.
കാരണം നമ്മള് ബന്ധത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുക. ഇപ്പൊ നമ്മൾ ആദ്യം പഠിച്ച വാചകം മമ നാമ എന്ന് ചേർത്തിട്ട് പറയലായിരുന്നു. ഈ മമ എന്നുള്ളത് ഷഷ്ടിയാണ്. കാരണം എൻ്റെ എന്നും എനിക്ക് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ നമ്മളെ ബന്ധം പറയുന്ന സമയത്ത് ഇപ്പൊ മമ നാമ ഉമ അതാദ്യം പറഞ്ഞു. മമ പിതാ കേശവഃ, മമ മാതാ രമ. ഇങ്ങനെ നമുക്ക് കൂടുതൽ പരിചയപ്പെടുത്താനുള്ള വാചകങ്ങൾ പറയാം. മമ ഗൃഹം കോഴിക്കോട് ദേശേ അസ്തി. ഇങ്ങനെ മമ പിതുഹു നാമ, അത് പിതുഹു എന്നുള്ളത് അതും ഷഷ്ടിയാണ്, അതവിടെ നിൽക്കട്ടെ. നമ്മൾ പറഞ്ഞല്ലോ പിതാ മാതാ ഭ്രാത, അതിന് വേറെ രൂപങ്ങളാണ്, അത് ഋകാരാന്തങ്ങളാണ്. അപ്പൊ ഈ ഷഷ്ടി വിഭക്തി ഉപയോഗിച്ചിട്ട് നമുക്ക് കൂടുതൽ വാചകങ്ങള് പറയാൻ പറ്റും. രാമസ്യ ഭക്തഃ ഹനുമാൻ, മമ അനുജസ്യ നാമ വിഷ്ണുഹു. ഇങ്ങനെ നമ്മളൊന്ന് ആലോചിച്ചിട്ട് കുറച്ചധികം വാക്യങ്ങള് പറയാൻ പറ്റും. മമ ദേശസ്യ നാമ ഭാരതം, ഭാരതസ്യ രാജധാനി ഡൽഹി, ഭാരതസ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇങ്ങനെ കൂടുതൽ വാചകങ്ങള് ഒന്ന് നമുക്ക് നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് എഴുതി പോസ്റ്റ് ചെയ്യാവുന്നതും പറയാവുന്നതും ഒക്കെ ആണ് ഈ ഷഷ്ടി വിഭക്തി ഉപയോഗിച്ചിട്ട്. ഭവനസ്യ നാമ, ഭവനസ്യ നാമ വയപ്പുറത്തിലം. ഇങ്ങനെ അതിൻ്റെ എന്ന് അർത്ഥം വരുന്നത്. വൃക്ഷസ്യ ഉപരി ഫലം അസ്തി, ഉപരി എന്ന് വെച്ചാൽ മുകളിൽ ആണ്. അല്ലെങ്കിൽ വൃക്ഷസ്യ നാമ ആമ്രവൃക്ഷഃ, ആമ്രവൃക്ഷഃ മാവ്. ഇങ്ങനെ നമുക്ക് ചേർത്ത് പറയാം. ഗജസ്യ നാമ, ഗജഃ ആന, ഗജസ്യ നാമ ഗുരുവായൂർ കേശവൻ. ഇങ്ങനെ വാക്യങ്ങൾ ചേർത്ത് പറയാൻ കൂടുതൽ സാധ്യത ഉള്ളതാണ് ഷഷ്ഠി വിഭക്തി. അപ്പൊ ഇപ്പൊ പറഞ്ഞത് ഏതാണ്? പുല്ലിംഗത്തിലാണ്. ഇനി സ്ത്രീലിംഗത്തിലാണെങ്കിൽ ചെറിയ വ്യത്യാസമുണ്ട്. രാമസ്യ എന്ന് നമ്മൾ പറഞ്ഞു. രാമസ്യ പത്നി സീത, സീതായാഹ എന്നാണ് വരിക. സീതായാഹ പതിഹി രാമഃ, സീതായാഹ പതിഹി രാമഃ. യശോദായാഹ പുത്രഃ കൃഷ്ണഃ. ഇത് നമ്മൾ ശ്ലോകങ്ങളിൽ പ്രയോഗിക്കുമ്പോൾ പലപ്പോഴും വിസർഗം നമ്മൾ ഉച്ചരിക്കാതെ വരാറുണ്ട്. ഉദാഹരണമായിട്ട് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. അതില് സീതായാഹ എന്നുള്ളത് മാത്രം ഷഷ്ടി, മറ്റതൊക്കെ ചതുർത്ഥിയാണ്. രാമായ രാമനായിക്കൊണ്ട്, രാമഭദ്രായ രാമഭദ്രനായിക്കൊണ്ട്, രാമചന്ദ്രായ. വേധസേ എന്നുള്ളതും ചതുർത്ഥിയാണ്, അത് വേറെ വേധസ് ശബ്ദത്തിന്റെ ചതുർത്ഥിയാണ്. പിന്നെ അവസാനം സീതായ പതയേ നമ എന്നുണ്ട്, അത് സീതായാഹ എന്നാണ്. പക്ഷെ വിസർഗം നമ്മള് കേരളീയ രീതി അനുസരിച്ചിട്ട് ഒരു വരിയുടെ മധ്യത്തിൽ വരുന്ന വിസർഗം ഉച്ചരിക്കാറില്ല. അതുകൊണ്ട് നമ്മൾ ചൊല്ലുമ്പോൾ സീതായ പതയേ നമ, അത് ശരിക്ക് അവിടെ വിസർഗം കഴിഞ്ഞിട്ട് പാ വരുന്നത് കൊണ്ട് സീതായ പതയേ പ എന്ന് പറയണം എന്നാണ് ഒരു നിയമം. നമ്മുടെ രീതി അനുസരിച്ച് മധ്യത്തിലുള്ള വിസർഗം ഉച്ചരിക്കില്ല. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. സീതായാഹ എന്നാണ് വാക്ക്. സീതായ പതയേ നമ. അപ്പൊ സീതായാഹ പതിഹി രാമഃ, യശോദായാഹ പുത്രഃ കൃഷ്ണഃ, രമായാഹ പതിഹി വിഷ്ണുഃ. ഇങ്ങനെ അവസാനം യാഹ എന്ന് വരും ആകാരാന്ത സ്ത്രീലിംഗത്തില്. ലതായാഹ ജ്യേഷ്ഠഃ, രാധായാഹ മിത്രം. ഇങ്ങനെ യാഹ എന്ന് വരും. സീതായാഹ, കൗസല്യായാഹ,
കൗസല്യായാഹ പുത്രഃ ശ്രീരാമഃ, കൗസല്യായാഹ പതിഃ ദശരഥഃ. ഇങ്ങനെ അവസാനം യാഹ എന്ന് സ്ത്രീലിംഗത്തിൽ വരും. പിന്നെ സ്ത്രീലിംഗം പറയുമ്പോൾ നമുക്ക് ആകാരാന്ത സ്ത്രീലിംഗം പോലെ തന്നെ ഏറ്റവും കൂടുതൽ വരുന്നതാണ് ഈകാരാന്തം. പൊതുവെ നമ്മൾ സംഭാഷണമൊക്കെ പഠിപ്പിക്കുമ്പോൾ ആകാരാന്തം പറയും, ഉടനെ ഈകാരാന്തവും പറയും. ഇപ്പൊ ഈകാരാന്തത്തിലാണെങ്കിൽ ഏകദേശം ഇതുപോലെ വരും. ഇപ്പൊ സീതായാഹ പതിഹി എന്ന് പറഞ്ഞു, സീതായാഹ എന്നാണ് ഷഷ്ടി. ഈകാരാന്തമാണെങ്കിൽ രുക്മിണി എന്നാണെങ്കിൽ രുക്മിണ്യാഹ എന്നാണ് വരിക. രുക്മിണ്യാഹ പതിഹി കൃഷ്ണഃ, ഗൗര്യാഹ പതിഹി പരമേശ്വരഃ. ഇങ്ങനെ യാഹ എന്ന് തന്നെയാണ് ഈകാരാന്തത്തിലും വരുന്നത്. ദേവ്യാഹ ഭക്തഃ അഹം. ഇങ്ങനെ യാഹ എന്ന് തന്നെ വരും. ശ്രീദേവ്യാഹ, ലക്ഷ്മ്യാഹ, ലക്ഷ്മ്യാഹ പതിഹി വിഷ്ണുഹു. ഇങ്ങനെ ഷഷ്ടി വിഭക്തി വരും. അപ്പൊ ഇത് പറയുമ്പോ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ശ്ലോകമുണ്ട്. ആ ശ്ലോകം തന്നെ നമുക്കിന്ന് നോക്കാം. യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. ഇവിടെ അതിന് എന്നുള്ള അർത്ഥമാണ് പറയുന്നത്. യദാ യദാ ഹി ധർമ്മസ്യ, ഇവിടെ ധർമ്മത്തിന്റെ എന്നല്ല ധർമ്മത്തിന് എന്നുള്ള അർത്ഥമാണ്. ഈ രണ്ടർത്ഥങ്ങൾ വരും, അതിന് എന്നും അതിൻ്റെ എന്നുള്ള അർത്ഥം. യഥാ എന്നുള്ളത് ഒരു പ്രയോഗമാണ്, എപ്പോഴാണോ എന്നാണ് അർത്ഥം. എപ്പോഴാണോ അപ്പോൾ, യഥാ തഥാ, അത് ഒരുമിച്ചാണ് പ്രയോഗിക്കുക. യഥാ യഥാ ധർമ്മസ്യ ഗ്ലാനിഹി, ധർമ്മത്തിന് ഗ്ലാനി നാശം വരുന്നത്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. ഭവതി എന്നുള്ളത് അങ്ങനെ ആകുന്നു എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പറയുന്നതാണ്. അങ്ങനെ ആകുന്നത്, അതായത് ഗ്ലാനിഹി ഭവതി, നാശം ഉണ്ടാകുന്നത്. എപ്പോഴാണോ ധർമ്മത്തിന് നാശം ഉണ്ടാകുന്നത്. ഇവിടെ ഭാരത എന്നുള്ളൊരു വാക്കുണ്ട്. ഭാരതഃ എന്നുള്ളത് അർജുനന്റെ പര്യായമാണ്. ഭരതന്റെ വംശത്തിൽ ജനിച്ചതുകൊണ്ട്, ഭരതൻ മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു രാജാവാണ്. 2 ഭരതന്മാരുണ്ട്. ജഡഭരതൻ എന്ന് പ്രസിദ്ധനായിട്ടുള്ള ഒരു ഭരത രാജാവുണ്ട്. പിന്നെ പുരുവംശത്തില് ശകുന്തളയുടെ മകനായിട്ടുള്ള ഭരതനുണ്ട്. അപ്പോൾ ഈ ഭരതന്റെ വംശത്തിൽ ജനിച്ചിട്ടുള്ള ആൾ എന്നാണ് ഭാരതഃ എന്നുള്ളതിന്റെ അർത്ഥം. അപ്പോൾ അതിന്റെ സംബോധനയാണ് ഭാരത എന്നുള്ളത്. അതായത് ഭാരത എന്ന് വിളിക്കുകയാണ് അർജുനനെ. പല്ലയോ ഭാരത യഥാ ധർമ്മസ്യ ഗ്ലാനിഹി ഭവതി. പിന്നെയോ അധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ. അധർമ്മസ്യ അഭ്യുത്ഥാനം ഭവതി. അധർമ്മത്തിന് അഭ്യുത്ഥാനം ഉണ്ടാകുന്നത്, ഉയർച്ച ഉണ്ടാകുന്നത്. തഥാ അഹം ആത്മാനം സൃജാമി, തദാത്മാനം സൃജാമ്യഹം. സൃജാമി അഹം എന്നാണ്. അപ്പോഴൊക്കെ അഹം ഞാൻ, ആത്മാനം സൃജാമി എന്നെ തന്നെ സൃഷ്ടിക്കുന്നു. സൃജാമി എന്നുള്ളതിന് സൃഷ്ടിക്കുന്നു എന്നാണ് അർത്ഥം. എന്നെ തന്നെ ധരിക്കുന്നു എന്നുള്ള അർത്ഥം. അതായത് എന്നെ തന്നെ ഞാൻ സ്വീകരിക്കുന്നു, ഞാൻ എന്നെ വേറൊരു രൂപത്തിൽ സൃഷ്ടിക്കുന്നു. അപ്പൊ ഞാൻ അവതരിക്കുന്നു. അത് നമ്മൾ നേരെ അർത്ഥം പറയുമ്പോൾ ഇങ്ങനെയൊക്കെ സ്വയം സൃഷ്ടിക്കുന്നു, സ്വയം അവതരിക്കുന്നു അങ്ങനെയൊക്കെ പറയാം. പക്ഷെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിന്റെ താല്പര്യം പറയുന്ന സമയത്ത് ഞാൻ അവതരിക്കുന്നു എന്നുള്ള അർത്ഥം. അപ്പൊ ഇവിടെ ആ ഒരു ധർമ്മസ്യ അധർമ്മസ്യ എന്നുള്ള വാക്ക് അതിന് എന്നുള്ള അർത്ഥമാണ്. ധർമ്മത്തിന് ഗ്ലാനിഹി നാശം, അധർമ്മസ്യ അഭ്യുത്ഥാനം അധർമ്മത്തിന് ഉയർച്ച. അപ്പൊ ആ ഒരു ശ്ലോകം, അതുപോലെ നമ്മൾ സീതായ പതയേ നമ എന്ന് പറഞ്ഞല്ലോ. അതുപോലെ ഭാഗവതത്തിലോ നാരായണീയത്തിലൊക്കെ എവിടെയായാലും ധാരാളം വരുന്ന വിഭക്തിയാണ് ഈ ഒരു ഷഷ്ഠി വിഭക്തി. അവന്റെ അല്ലെങ്കിൽ അവന് എന്നുള്ള അർത്ഥത്തില്. ശ്രീയപ്പതി ശ്രീമതി ശാസിതും ജഗത് എന്നൊക്കെ നമ്മുടെ ശിശുപാലവധ കാവ്യമൊക്കെ ആരംഭിക്കുന്നത് അങ്ങനെയാണ്.
ധാരാളമായിട്ട് വരും. അപ്പോ കൂടുതലായിട്ട് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പറയാം. അപ്പൊ ഇന്നത്തെ വിഭക്തി ഇതാണ്, ഷഷ്ഠി വിഭക്തി. സ്യ എന്ന് അവസാനിക്കും പുല്ലിംഗത്തില്. ബാലസ്യ, വൃക്ഷസ്യ, വൃക്ഷസ്യ ഫലം. സ്ത്രീലിംഗത്തിലാണെങ്കിൽ യാഹ, രമായാഹ, സീതായാഹ. ഇനി ഈകാരാന്ത സ്ത്രീലിംഗത്തില് ഇതുപോലെ തന്നെ രുക്മിണ്യാഹ, ദേവ്യാഹ, ലക്ഷ്മ്യാഹ, ശ്രീദേവ്യാഹ, ഗൗര്യാഹ, പാർവത്യാഹ, ഇങ്ങനെ അവസാനിക്കും. പിന്നെ നപുംസകലിംഗം നമ്മൾ പ്രത്യേകിച്ച് വേറെ പറയേണ്ട കാര്യമില്ല. നപുംസകലിംഗത്തില് തൃതീയ വിഭക്തി മുതൽ പുല്ലിംഗം പോലെ തന്നെയാണ് വരിക. അതായത് വനം, വനേ, വനാനി, അതാണ് നപുംസകലിംഗത്തിൽ പ്രഥമ വിഭക്തി. നമ്മൾ പറഞ്ഞു പുഷ്പം, പുഷ്പേ, പുഷ്പാണി, ഭവനം, ഭവനേ, ഭവനാനി. അത് കഴിഞ്ഞ് ദ്വിതീയ വിഭക്തിയും അതുപോലെ തന്നെ പ്രഥമ വിഭക്തി പോലെ തന്നെയാണ് ദ്വിതീയ വിഭക്തി. ഭവനം, ഭവനേ, ഭവനാനി. ഉദാഹരണത്തിന് ഞാൻ വനത്തിനോട് പറഞ്ഞു എന്നാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഞാൻ വനത്തിനെ കണ്ടു, അഹം വനം പശ്യാമി എന്ന് തന്നെയാണ് പറയാ. അവിടെ പ്രഥമായും വനം എന്നാണ്, ദ്വിതീയയും വനം എന്നാണ്. പിന്നെ തൃതീയ മുതൽ എങ്ങനെയാണോ പുല്ലിംഗ ശബ്ദം ഉള്ളത് അതുപോലെ വരും. രാമേണ എന്ന് തൃതീയ, വനേന എന്ന് തൃതീയ. ചതുർത്ഥിയാണെങ്കിൽ കൃഷ്ണായ എന്ന് ചതുർത്ഥി, വനായ എന്നാണ് ചതുർത്ഥി. പഞ്ചമിയും കൃഷ്ണാത് എന്ന് പഞ്ചമി, വനാത് എന്ന് പഞ്ചമി. ഷഷ്ടി കൃഷ്ണസ്യ, അതുപോലെ വനസ്യ, ഭവനസ്യ, പുഷ്പസ്യ, ചിത്രസ്യ, പുസ്തകസ്യ. ഇങ്ങനെ നപുംസകലിംഗവും പുല്ലിംഗം പോലെ തന്നെയാണ് തൃതീയ വിഭക്തി മുതൽ വരുന്നത്. അപ്പൊ ഇനി നാമരൂപങ്ങളുടെ പറഞ്ഞു. ക്രിയാരൂപങ്ങളില് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് 10 ലകാരങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. ലകാരങ്ങൾ എന്ന് വെച്ചാല് കാലങ്ങളാണ്. അതായത് നമ്മള് കാലങ്ങൾ എന്നുള്ളതിന് ഒരു പേര് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. കാലങ്ങൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലെ, ടെൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് പോലെ ഒരു പേര് കാലങ്ങളെ സൂചിപ്പിക്കാൻ, അതാണ് ലകാരങ്ങൾ. ഈ ലകാരങ്ങൾ എന്ന് പേര് വരാൻ കാരണം ലായില് തുടങ്ങുന്ന വാക്കുകളാണ് ഓരോ കാലത്തെയും പറയാൻ ഉപയോഗിക്കുന്നത്. വർത്തമാനകാലം ലെട്ട് ആണ്, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതിലെ വാക്കുകൾ ഏകവചനത്തിലും ബഹുവചനത്തിലുള്ള നമ്മൾ പറഞ്ഞു. ഇപ്പൊ കൃഷ്ണഹ ഗച്ഛതി, കൃഷ്ണൻ പോകുന്നു. കൃഷ്ണഹ ഗച്ഛതി അത് ഏകവചനം. കൃഷ്ണാഹ ഗച്ഛന്തി, കൃഷ്ണൻ എന്നുപേരുള്ള കുറെ പേര് പോവുകയാണ്. കൃഷ്ണാഹ ഗച്ഛന്തി. മനുഷ്യഹ ആഗച്ഛതി, ഒരു മനുഷ്യൻ വരുന്നു. മനുഷ്യഹ ആഗച്ഛതി. മനുഷ്യാഹ ആഗച്ഛന്തി, അത് ലെട്ടാണ്. ഇനി ലങ് എന്നുള്ളത് ഭൂതകാലത്തെ പറയുന്നതാണ്. ഭൂതകാലം തന്നെ 3 തരത്തിലുണ്ട്. ലങ്, ലിട്ട്, ലുട്ട്, അത് 3ഉം ഭൂതകാലാണ്. ഇപ്പൊ നമുക്ക് തൽക്കാലം ലങ്ങിനെ മാത്രം എടുക്കാം. അത് സാമാന്യമായിട്ട് പറയുന്ന ഭൂതകാലമാണ്. ഈ 3 തരത്തിൽ വരുന്നത് എങ്ങനെ ഏത് തരത്തിലുള്ള ഭൂതകാലമാണ് നോക്കിയിട്ടാണ്. ഇപ്പൊ ഭൂതകാലം തന്നെ നമുക്ക് ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറയുന്ന ഒരു കാര്യം, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞ ഒരു കാര്യത്തെ സൂചിപ്പിക്കാനും നമ്മൾ ഭൂതകാലം ഉപയോഗിക്കും. ഇന്ന് രാവിലെ നടന്ന ഒരു കാര്യത്തെ പറ്റി പറയാനും ഭൂതകാലം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക. ഇപ്പൊ കൃഷ്ണന്റെയോ രാമന്റെയോ ഒക്കെ കഥ പറയുമ്പോ, അല്ലെങ്കിൽ പണ്ട് പിന്നെ എങ്ങനെയാണ് ഭൂമിയുടെ ഉൽപ്പത്തി ഉണ്ടായത് എങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോഴും അതും ഭൂതകാലമാണ്. യുഗങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങൾ നമ്മൾ പറയാണ്. വാമനാവതാരം പറയാണ്, കൃഷ്ണാവതാരം പറയാണ്. അപ്പൊ അതൊക്കെ യുഗങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്, അതും ഭൂതകാലമാണ്. 1 മണിക്കൂർ മുമ്പേ നടന്ന കാര്യം, ഞാൻ ഇന്നൊരു പ്രഭാഷണത്തിന് പോയി, ഒരു 2 മണിക്കൂർ മുമ്പേ നടന്ന കാര്യം, അതും ഭൂതകാലമാണ്. അപ്പോ ഇങ്ങനെ ഈ അടുത്ത് നടന്നതും അതുപോലെ കുറേ മുമ്പ് നടന്നതും ഇനി സാമാന്യമായിട്ട് പറയുന്നതും, ഇന്ന കാലം എന്നൊന്നുമില്ല, സാമാന്യമായിട്ട് നമ്മളൊരു കാര്യം പറയാണ്, നടന്ന കാര്യം. അപ്പൊ ഇങ്ങനെ 3 തരത്തിലാണ് നമ്മുടെ ഭൂതകാലത്തെ 3 തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതില് സാമാന്യമായിട്ട് നമ്മൾ പറയുന്നതാണ്
ലങ്. അനദ്യതനെ ഭൂതം എന്ന് പറയും. അതായത് ഇപ്പൊ തൊട്ടടുത്ത് നടന്നത് എന്നുള്ള അർത്ഥത്തിലല്ല, സാമാന്യമായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോ ലങ്ങാണ് ഏറ്റവും കൂടുതൽ ഭൂതകാലത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് പരിചയപ്പെടാം. ലെട്ട് വർത്തമാനകാലമാണ്, ലങ് ആണ് ഇപ്പൊ പറയുന്നത്. നേരത്തെ പറഞ്ഞു ഗച്ഛതി എന്നുള്ളത് ലെട്ടാണ്. അപ്പൊ ബാലഹ ഗച്ഛതി, കുട്ടി പോകുന്നു. അതിന്റെ ഭൂതകാലം അഗച്ഛത് എന്ന് വരും. ബാലഹ അഗച്ഛത്, പോയി. അതുപോലെ പുത്രഹ ഖാദതി, ഖാദതി ഭക്ഷണം കഴിക്കുന്നു എന്നാണ്. പുത്രഹ ഖാദതി, പുത്രഹ അഖാദത് എന്ന് വരും. അഖാദത്ത്, പുത്രഹ അഖാദത്ത്. ഗായകഃ ഗായതി, പാടുന്നു. ഗായകഃ അഗായത്, അഗായത് പാടി. കവിഹി കവിതാം ലിഖതി, കവിഹി കവിതാം ലിഖതി. അപ്പൊ അത് എഴുതി കഴിഞ്ഞാൽ കവിഹി കവിതാം അലിഖത്, എഴുതി. ഇതില് അഭവത് എന്നുള്ള പദമൊക്കെ നമ്മൾ കൂടുതൽ കേട്ടിട്ടുണ്ടാവും. അഭവത് എന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടായി, അങ്ങനെ സംഭവിച്ചു എന്നുള്ള അർത്ഥം. അപ്പൊ ഇന്ന് രാവിലെ ഒരു ക്ഷേത്ര ദർശനം നടത്തി എന്ന് പറയുകയാണെങ്കിൽ അദ്യ പ്രഭാതേ ക്ഷേത്ര ദർശനം അഭവത്, അത് നടന്നു എന്നുള്ള അർത്ഥം. ക്ഷേത്ര ദർശനം ഉണ്ടായി. അതിന്റെ ലെട്ടാണ് ഭവതി. നേരത്തെ പറഞ്ഞല്ലോ, പരീക്ഷ ഭവതി എന്ന് വെച്ചാൽ സാമാന്യമായിട്ട് പരീക്ഷ ഉണ്ട് എന്നുള്ള അർത്ഥം. ഇനി പരീക്ഷ കഴിഞ്ഞാൽ എന്ത് പറയാം? പരീക്ഷ അഭവത്, കഴിഞ്ഞു. ഇനി കരോതി എന്നുള്ളൊരു പദമുണ്ട്, ചെയ്യുന്നു എന്നുള്ള അർത്ഥമാണ്. ബാലിക നൃത്തം കരോതി, നൃത്തം ചെയ്യുന്നു. അപ്പൊ ഇത് രണ്ട് തരത്തിൽ പറയാം. നൃത്തം കരോതി എന്ന് പറയാം, നൃത്യതി എന്നും പറയാം. നൃത്തം ചെയ്യുന്നു എന്നുള്ള അർത്ഥം തന്നെയാണ് നൃത്യതി. ഇനി നമുക്ക് പ്രയോഗിക്കാൻ എളുപ്പത്തിന് നൃത്തം കരോതി എന്ന് പറയാം. ഈ നൃത്യതി എന്നുള്ള പദം അങ്ങനെ തന്നെയാണോ എന്ന് നമുക്കൊരു സംശയമുണ്ട്. അങ്ങനെയെങ്കിൽ നൃത്തം കരോതി എന്ന് പറയാം. ബാലിക നൃത്തം കരോതി, ചെയ്തു എന്നുള്ളതിന് അകരോത് എന്ന് പറയും. ബാലിക നൃത്തം അകരോത്. ചിത്രകാരഃ ചിത്രം രചയതി, ചിത്രം രചിക്കുന്നു, വരയ്ക്കുന്നു. ചിത്രം രചയതി. ചിത്രം അരചയത് എന്ന് പറയും. ആ ആദ്യം ചേർക്കുന്നു. ഈ തീ എന്നുള്ള സ്ഥാനത്ത് അവസാനം ത് ചേർക്കുകയാണ്. ചിത്രം അരചയത്. അതുപോലെ അംബ പച്ചതി, പച്ചതി പാചകം ചെയ്യുന്നു. അംബ പച്ചതി, അംബ അപച്ചത്ത് എന്ന് വരും. അപച്ചത്ത്. ഛാത്രഃ പഠതി, ഛാത്രഃ അപഠത്, പഠിച്ചു. അപഠത്. അതുപോലെ ലിഖതി അലിഖത്, പശ്യതി അപശ്യത്. രാമഃ സീതാം പശ്യതി, രാമഃ സീതാം അപശ്യത്. ഇങ്ങനെ ലങ് ലകാരം, അതായത് സാമാന്യമായിട്ട് ഭൂതകാലത്തില്. അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ധാരാളം വാക്യങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു കാര്യങ്ങള് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രൂപ്പുകളിലൊക്കെ നമുക്ക് ചെറിയ ചെറിയ വാക്യങ്ങളൊക്കെ എഴുതിയിടാവുന്നതാണ്. പറ്റുമെങ്കിൽ ആദ്യം ഒരു ഉദാഹരണം ഞാൻ രാവിലെ ചെയ്തു തരികയാണെങ്കിൽ ഏകദേശം അതുപോലുള്ള വാക്യങ്ങൾ, നമുക്ക് ശരിയാണോ തെറ്റാണോ അതൊന്നും ഒരു വിഷയമേ അല്ല. കാരണം ഈ നമ്മൾ ഒരിക്കലും വീഴാതെയോ അല്ലെങ്കിൽ കാലിടറാതെയോ ഒന്നും നടക്കാൻ പഠിക്കില്ലല്ലോ. അതുപോലെ ചെറിയ ചെറിയ വാക്യങ്ങളൊക്കെ നമുക്ക് ഗ്രൂപ്പുകളിലൊക്കെ പങ്കുവെക്കാം. അപ്പോൾ നമ്മുടെ സമയം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 10 ക്ലാസ്സുകൾ കഴിഞ്ഞാൽ ചെറിയൊരു റിവിഷൻ പോലെ ചെയ്യുന്നത് പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നത് അടുത്ത ക്ലാസ് കൂടി കഴിയുമ്പോൾ വിഭക്തികൾ കഴിയും. ക്രിയകളും നമ്മൾ 2 തരത്തിലുള്ള ക്രിയകൾ പഠിച്ചല്ലോ. അപ്പോൾ ഒരു അനുയോജ്യമായിട്ടുള്ള സമയമാണെന്ന് തോന്നുന്നു. അതെങ്ങനെ വേണം എന്നുള്ളതൊക്കെ നമുക്ക് ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം, ധന്യവാദ. വളരെ സന്തോഷം ടീച്ചർ.
തീർച്ചയായിട്ടും നമുക്കൊരു റിവിഷൻ ആവശ്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത ക്ലാസ് നമുക്ക് ഇപ്പോൾ നമ്മൾ ഒരു ഞായറാഴ്ച കഴിഞ്ഞുള്ള ഞായറാഴ്ചയാണ് വെക്കുന്നത്. അപ്പം അടുത്ത ക്ലാസ് വരുന്നത് ഡിസംബർ 14 തീയതിയാണ്. അപ്പോൾ ഇതേ സമയം ഇപ്പോൾ ഈ സമയം ഒന്ന് മാറ്റിയിരിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ മണ്ഡല പൂജ നടക്കുന്നത് കാരണമാണ്. പലർക്കും പല തിരക്കുകളുണ്ട്. അപ്പം അത് കാരണമാണ് നമ്മൾ ഈ ഉച്ചയ്ക്ക് 3 മണിക്ക് വെച്ചിരിക്കുന്നത്. സൂട്ടബിൾ ആണെന്ന് തോന്നുന്നു എല്ലാവർക്കും എന്ന് കരുതുന്നു. തൽക്കാലം നമുക്ക് ഈ ഡിസംബർ മാസം കൂടി നമുക്ക് ഈ 3 മണി എന്നുള്ള സമയം നമുക്ക് ഫിക്സ് ചെയ്യാം. അപ്പം അടുത്ത ക്ലാസ് വരുന്നത് ഡിസംബർ 14 അന്ന് 10ാമത്തെ ക്ലാസ്സാണ്. അപ്പം അതിനുശേഷം നമുക്ക് ഒരു 2-3 ക്ലാസ് നമുക്ക് ഇത് റിവിഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ വിശകലനം ചെയ്യുകയും ഇപ്പോൾ പറഞ്ഞതുപോലെ കൂടുതൽ നമുക്കത് പഠിക്കാൻ എന്നെപ്പോലുള്ളവർക്കും ഇതിനകത്ത് പുതുതായിട്ട് വന്നിട്ടുള്ള ആൾക്കാർക്കൊക്കെ അത് പഠിക്കാനുള്ള ഒരു അവസരം കൂടിയാകുമെന്ന് കരുതുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഒരു 2 മിനിറ്റ് സമയം. സരസ്വതി ഏട്ടത്തി ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരിക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മുന്നോട്ട് ചോദിക്കാനുള്ള സമയം. ടീച്ചറെ, ആ പറഞ്ഞതിനകത്തെ ഈ രാമന്റെ അല്ലെങ്കിൽ സീതയുടെ ഇത് രണ്ടും ഒരേ കാര്യങ്ങളല്ലയോ വരുന്നത്? അതെ, അർത്ഥം ഒന്ന് തന്നെയാണ്, പക്ഷെ 2 തരത്തിൽ വരും, അത്രേ ഉള്ളൂ. ഇപ്പൊ രാമന്റെ എന്നുള്ളത് രാമസ്യ, സീതയുടെ എന്നുള്ളത് സീതായാഹ. അർത്ഥം ഒന്ന് തന്നെ, അത് ലിംഗം മാറുന്നത് കൊണ്ട് 2 തരത്തിൽ വരും, അത്രേ ഉള്ളൂ. ശരി, ഓക്കെ. സന്തോഷം. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇന്ന് വൈകുന്നേരം നമ്മൾ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ നടത്തി വരുന്ന സനാതന ധർമാമൃതം, സനാതന ധർമ്മത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ജാഗരൂകരാകുവാനും വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. അതിൻ്റെ 11ാമത്തെ സെഷൻ ഇന്ന് രാത്രി 8 മണിക്ക് നടക്കുകയാണ്. പ്രശസ്തരായിട്ടുള്ള സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ശ്രീനാഥ് കരയാട്ടാണ് ഇന്നത്തെ ഈ പ്രഭാഷണം നടത്തുന്നത്. എല്ലാവരുടെയും സാന്നിധ്യം അവിടെയും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ജഗദീഷിന്റെ കാരുണ്യം എല്ലാവർക്കും ഉണ്ടാവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ജയശങ്കര. 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 ജയശങ്കര.